കോന്നി ആനക്കൂട്. കേരളത്തിലെ പ്രമുഖ ആന പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ടയിലെ കോന്നി. വർഷത്തില് എല്ലാ സമയത്തും സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലമാണിത്. ഇവിടത്തെ പ്രധാന ആകർഷണം ആനകൾക്കായുള്ള വലിയ മരക്കൂടുകളാണ്. ആനക്കൂട് എന്ന് വിളിക്കുന്ന ഇവയില് 3-4 ആനകളെ പാർപ്പിക്കാനുള്ള വലുപ്പമുണ്ട്. കാട്ടില് കൂട്ടം തെറ്റി ഉപേക്ഷിക്കപ്പെട്ടതോ പരിക്കേറ്റ് വനപാലകര് കാട്ടില് നിന്ന് രക്ഷിച്ചതോ ആയ ആനക്കുട്ടികളെ വളർത്തി പരിശീലിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തലമുറകളായി കൈമാറി വന്ന പരിശീലന രീതിയാണ് ആനകളെ മെരുക്കാനും ചട്ടം പഠിപ്പിക്കാനും ഉപയോഗിക്കുന്നത്. ആനകളെ നിയന്ത്രിക്കുന്നത് പ്രത്യേക രീതിയിൽ ഉച്ചരിക്കുന്ന ഉത്തരവുകളിലൂടെയാണ്. പുതിയ കുട്ടിയാനകൾ എത്തിയാൽ കുട്ടിയാനകളെ ചട്ടം പഠിപ്പിക്കുന്നതും കുളിപ്പിക്കാനായി കൊണ്ടുപോകുന്നതും പ്രത്യേക ഭക്ഷണം നൽകുന്നതും സന്ദർശകർക്ക് നേരിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ കോന്നിയിൽ കൊച്ചേപ്പൻ എന്ന 4 വയസ്സുള്ള ഒരു കുട്ടിയാനയാണ് ഉള്ളത്. കൂടാതെ 3 പിടിയാനകളും കൃഷ്ണ എന്ന ഒരു കൊമ്പനാനയുമുണ്ട്. ആനയുടെ അസ്ഥികൂടും പല്ലുകൾ ഉൾപ്പെടെ ആനയുടെ വിവിധ ശരീരഭാഗങ്ങളുടെ അസ്ഥികൂടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആന മ്യൂസിയവും കാണാം. ഇവിടെ പണ്ടുകാലം മുതൽ ആനയെ മെരുക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ പരിചയപ്പെടുവാനും സാധിക്കും. ആനക്കൂടിന്റെ സൗന്ദര്യം ആസ്വദിച്ചു കഴിഞ്ഞാൽ കോന്നി അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെത്താം. കോന്നി ആനക്കൂടിൽ നിന്നും ഏകദേശം 20 മിനിറ്റ് യാത്ര ചെയ്താൽ അടവിയിലെത്താം. നിരവധി കുട്ടവഞ്ചി സവാരികളാണ് കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ നടക്കുന്നത്. രാവിലെ മുതൽ ആരംഭിക്കുന്ന തിരക്ക് വൈകുന്നേരം 6:30 സവാരി അവസാനിക്കുമ്പോഴും ഉണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് കുട്ടവഞ്ചി കയറുവാൻ എത്തുന്നത്. കൊച്ചുകുട്ടികൾ അടക്കം പ്രായമായവരും കുടുംബമായാണ് അടവിയിൽ എത്തുന്നത്. ഒരു കുട്ടവഞ്ചി സവാരിക്ക് 600 രൂപയാണ് ഈടാക്കുന്നത്. കല്ലാറിൽ ഇറങ്ങി വെള്ളത്തിൽ സമയം ചിലവഴിക്കുന്നവരും അനവധിയാണ് ഇപ്പോൾ. കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെ പൂന്തോട്ടവും സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് വളരെ മനോഹരമായ ഒരു അനുഭവമാണ് കുട്ടവഞ്ചി സവാരി നൽകുന്നത്. സവാരി ചെയ്യുന്ന കല്ലാറിന്റെ ഇരുവശവും വനമാണ് എന്നത് മനോഹാരിത വർദ്ധിപ്പിക്കുന്നു.